ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ഇഡലി ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് മാവ് ബാക്കി ഉണ്ടായിട്ട് അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. അപ്പോൾ രാവിലെ തന്നെ അത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ദോശയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയ്ക്ക് പിന്നെ ചമ്മന്തി ആട്ടോ, ഞങ്ങളിവിടെ ചമ്മന്തി എന്നാണ് പറയണത്. പക്ഷേ ഇതിന് ചട്നി എന്നാണ് പറയണത്. തേങ്ങ അരച്ച് ചാറാക്കി വെക്കണ ഇതിന് ചട്നി എന്നാണ് പറയണത്. പക്ഷേ ഇവിടെയൊക്കെ ചമ്മന്തി എന്ന് തന്നെയാട്ടോ ഇതിനെയും പറയാറ്. നമ്മൾ തേങ്ങ അരച്ച് ഊണ് കഴിക്കാൻ ഉണ്ടാക്കണ ചമ്മന്തിനെയും ചമ്മന്തി എന്ന് പറയും, ഇതിനെയും ചമ്മന്തി എന്ന് പറയും. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു കമൻറ്റ് ഉണ്ടായി, ഇത് ചട്നി അല്ലേന്ന്. ചട്നിയാണ്, പക്ഷേ ഞങ്ങൾ പറയണത് ചമ്മന്തി എന്ന് തന്നെയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ട് കുറച്ച് ഇറച്ചി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ആദ്യമേ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കറി വയ്ക്കാനായിട്ട് എടുത്തപ്പോൾ നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചിയാണ്. അപ്പോൾ എനിക്ക് റൈസൊക്കെ ഇരിപ്പുണ്ട്, അന്ന് അത് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ. അപ്പോൾ പിന്നെ അതൊക്കെ ക്ലീനാക്കി ബിരിയാണി വയ്ക്കാനായിട്ട് എല്ലാം റെഡിയാക്കി എടുത്തിട്ട് വന്നു. അപ്പോൾ ഞാൻ അതിന് ആദ്യം മസാല ഉണ്ടാക്കാനായിട്ട് ഒരു 3 വലിയ സവാള നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു 8-10 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി ഒരു 10-12 വെളുത്തുള്ളിയും കൂടി മിക്സിയുടെ ജാറിൽ ഒന്ന് പേസ്റ്റാക്കിയിട്ട് അത് ഇട്ട് നന്നായിട്ട് വഴറ്റി അത് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു ചെറിയ തക്കാളിയായിരുന്നു. അപ്പോൾ ഒരു 4 തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു ഇടത്തരം തക്കാളി 4 എണ്ണം അതും കൂടി ഇട്ടിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പകുതി നെയ്യും പകുതി വെളിച്ചെണ്ണയും കൂടി ആട്ടോ ഞാനിതിലേക്ക് വഴറ്റാനായിട്ട് എടുത്തേക്കണത്. അങ്ങനെ അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഇനി അതിലേക്ക് 1 സ്പൂണ് നാരങ്ങാനീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കണത് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും മാത്രമാണ് കേട്ടോ. പിന്നെ ഒരു പേരിന് വേണമെങ്കിൽ ഒരു 1/4 സ്പൂണെങ്ങാനും മല്ലിപ്പൊടി ചേർക്കാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, മല്ലിയില ഇട്ടാൽ മതി, അതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഞാൻ ആ പൊടികളും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള മീറ്റ് ഇതിലേക്ക് ഇടാണ്. അപ്പോൾ അതിൽ ഞാൻ വേവിക്കാൻ നേരത്ത് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടാട്ടോ വേവിച്ചത്. അപ്പോൾ അത് ആ സ്റ്റോക്കോട് കൂടി തന്നെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഈ മസാലയായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് സിമ്മിലിട്ട് നന്നായിട്ടത് പിടിക്കാൻ പാകത്തിന് സിമ്മിലിട്ടിട്ട് ഒന്നുകൂടി ഇളക്കി ഇട്ടേക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതെല്ലാം കൂടി അവിടെ കിടന്ന് മിക്സായി മസാല സെറ്റായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അപ്പുറത്ത് ചോറ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിട്ട്. അപ്പോൾ ചോറ് വേവിക്കാനായിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം ഇതെല്ലാം നെയ്യിലൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്കാണ് നമ്മൾ വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് അരിയൊക്കെ ഇട്ട് വേവിച്ചെടുത്തത്. അപ്പോൾ ഇത് ഒരു 3/4 വേവിന് ഞാൻ തീ ഓഫ് ചെയ്തിട്ടിട്ട് അതിന് കണക്കാക്കിയുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ളതിൽ ഞാൻ 1.5 ഗ്ലാസ് വെള്ളമായിട്ട് ഒഴിച്ചോളൂ. അപ്പോഴാണ് അത് 3/4 വേവിന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് കുഴഞ്ഞു പോകും. പിന്നെ ആ ചോറ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ലെയറായിട്ട്, അപ്പോൾ ഇത് മസാല മാറ്റാതെ തന്നെ അതിൻ്റെ മുകളിലേക്ക് ഒന്നായിട്ട് തന്നെ ഞാൻ ഇട്ടേക്കാണ്. മസാല സെപ്പറേറ്റ് ലെയർ ആക്കണില്ല. ഈ ലെയറിൽ തന്നെ ഞാൻ കുറച്ച് ചോറിട്ടു. പിന്നെ അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല പൊടിയും നെയ്യും കൂടി തൂവിയിട്ട് വീണ്ടും അത് അടുത്ത സെറ്റ് ചോറും കൂടി ഇട്ടിട്ട് മുകളിൽ അങ്ങനെ തന്നെ ചെയ്തു കൊടുത്തതാണ്. ഒരു 15 മിനിറ്റ് എന്നിട്ട് ഞാൻ ദമ്മിലിട്ടിട്ടുണ്ടായി. അപ്പോൾ ഒരു 15 മിനിറ്റ് ദമ്മിലിട്ടിട്ട് 5 മിനിറ്റ് തീ ഓഫ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് തുറന്നത് കേട്ടോ. അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട് ബിരിയാണി, അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഞാനത് സെർവ് ചെയ്ത് ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് കാണിക്കാൻ വേണ്ടി ചെയ്തതാട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇതാ ഇങ്ങനെ ഇരിക്കും. പിന്നെ അതിന് സൈഡ് ഡിഷായിട്ട് ഞാൻ സവാളയും പച്ചമുളകും കൂടി വിനാഗിരിയൊക്കെ കൂട്ടി തിരുമ്മി അതും എടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ കച്ചമ്പർ എന്നാട്ടോ പറയണേ. പിന്നെ അച്ചാറും ഉണ്ടായി. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇങ്ങനെയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വേറെയും ജോലികളൊക്കെ ഉണ്ടായി. പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ സിറ്റ് ഔട്ടിലിരിക്കുമ്പോഴാണ് ഈ റോസയിലൊക്കെ നിറയെ പൂവ് നിൽക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അത് കാണുമ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നല്ല പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറേ സമയം അതിൻ്റെയൊക്കെ പുറകെ അങ്ങനെ നോക്കി നടന്നു. ഈ ചെടികളും പൂക്കളും കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ടോ. ഇതൊരു വെൽവെറ്റ് ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ പൂവ് ഇപ്പോൾ കൊഴിയാറായിട്ടുണ്ട്. ഇപ്പോൾ ഈ കണ്ണ ഭംഗി ഇനി നാളെ തൊട്ട് ഇതിങ്ങനെ മങ്ങി തീരും കേട്ടോ. പിന്നെ ഇത് ഒരു കളറില്ലാത്ത രൂപത്തിലായിട്ട് തന്നെ ആ ചെടി ഉണങ്ങിപ്പോവും, അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ആ താഴെ മൊത്തം ഇതിൻ്റെ അരികളാണ്
ചീരയുടെ അരി പോലെ ഇരിക്കും. അത് നമ്മൾ പാവിയാലും പാവിയില്ലെങ്കിലും അത് തന്നെ താഴെ ചാടി കുറേ തൈകൾ വേറെ മുളച്ച് കിട്ടും കേട്ടോ. അതപ്പോൾ എവിടെന്നെങ്കിലൊക്കെ അതിൻ്റെ തൈ തനിയെ മുളച്ചെനിക്ക് കിട്ടും. ഞാൻ കുറേ വിത്തൊക്കെ എടുത്ത് വയ്ക്കാറുമുണ്ട്. ഒന്നുമില്ലാതെ ആകുമ്പോൾ ഞാൻ ആ വിത്ത് പാവി കൊടുക്കും. അങ്ങനെയാണ്. അങ്ങനെ ചെടികളുടെയൊക്കെ കൂടെ അങ്ങനെ നോക്കി തേനീച്ചകളും പൂമ്പാറ്റകളും കുഞ്ഞു കുഞ്ഞു കിളികളൊക്കെ വരും. അവരെയൊക്കെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഈ പൂക്കളൊക്കെ കണ്ട് ഇതിൻ്റെയൊക്കെ ഉള്ളിൽ തന്നെ നല്ലൊരു മഞ്ഞ കളറിൽ ഒരു പൂവിന് തന്നെ എന്തെല്ലാം തരത്തിലാണ് അതിന് ഒരു ഭംഗി കൊടുത്തേക്കണതല്ലേ. അതിൻ്റെ കളറായാലും അതിൻ്റെ ഷേപ്പായാലും അതിൻ്റെ ഉള്ളിൽ വേറെ പൂക്കൾ. നമ്മൾ പുറമെ നോക്കുമ്പോൾ കാണുന്നതിനേക്കാളും ഭംഗിയായിരിക്കും അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു പൂവായിട്ട് വേറെ ഉണ്ടാവും. അവിടെയാണല്ലോ ഈ തേനീച്ചകളൊക്കെ വന്ന് തേൻ കുടിക്കാനും പൂമ്പൊടി പറത്താനൊക്കെ വേണ്ടിയിട്ട്. അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാട്ടോ. അപ്പോൾ ഞാനതൊക്കെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ നെയ്ബേഴ്സ് റോട്ടിക്കട പോണ്ടായിട്ട്. അപ്പോൾ അവർ ഈ ഫോണായിട്ട് ഈ ചെടികളുടെ ചോട്ടിക്കട എന്താ നടക്കണേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പൂക്കളുടെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ എടുക്കാമെന്നൊന്നും അവർക്കറിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ കയറി വന്നിട്ട് ഞാൻ ചായ ഉണ്ടാക്കി, മിക്സറും ഉണ്ടായി. അപ്പോൾ ബിരിയാണിയൊക്കെ തിന്നതല്ലേ, അപ്പോൾ ഒരു കട്ടനൊക്കെ കുടിക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടല്ലോ. അങ്ങനെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.